നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അച്ചടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അച്ചടിയുടെ കണ്ടുപിടുത്തത്തെ പറ്റിയാണ്. വായിച്ചു നമുക്ക് രസിക്കാൻ പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, പത്രങ്ങൾ ഒക്കെ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. അച്ചടിയാണ് ഇതിനെല്ലാം കാരണം. മനുഷ്യൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് അച്ചടി. മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മഹത്തായ വിദ്യകളിലൊന്നാണ് അച്ചടി. വിവരശേഖരണം, വാർത്താവിനിമയം തുടങ്ങി മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ച മഹത്തായ കണ്ടുപിടുത്തമാണ് അച്ചടി. കടലാസിനെ ഒരു ആവശ്യ വസ്തുവാക്കി മാറ്റിയ വിദ്യ അക്ഷരങ്ങൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ തുടങ്ങിയവയുടെ പകർപ്പുകൾ അച്ചുകളുടെ സഹായത്തോടെ അല്ലാതെയോ കടലാസിലും മറ്റും പതിപ്പിച്ചെടുക്കുന്ന സാങ്കേതികവിദ്യയാണ് അച്ചടി. പകർപ്പെടുപ്പിക്കേണ്ട വസ്തുവിൻ്റെ അച്ച് ഉണ്ടാക്കുകയാണ് അച്ചടിയുടെ ആദ്യഘട്ടം. ആദ്യകാലത്ത് കല്ലിൽ കൊത്തിയാണ് അച്ചുകൾ ഉണ്ടാക്കിയത്. പിന്നീട് തടിയും ലോഹവുമൊക്കെ അച്ചുകൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ഉപയോഗിച്ചു. ഈ അച്ചുകളിലെ അക്ഷരങ്ങളിൽ മഷി പുരട്ടി കടലാസിൽ പതിപ്പിച്ചാണ് അച്ചടി ആരംഭിച്ചത്. ഈ രീതിയിൽ അച്ചടി പുസ്തകങ്ങൾ ബ്ലോക്ക് പുസ്തകങ്ങളെന്ന് അറിയപ്പെട്ടു. 1041 1049 മധ്യേ ചൈനയിലെ അച്ചടിയിൽ ഒരു വിപ്ലവം നടന്നു. ഇളക്കി മാറ്റാവുന്നതും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ അച്ചുകളുടെ കണ്ടുപിടുത്തമായിരുന്നു അത്. മെഴുക് അടങ്ങുന്ന ഒരു മിശ്രിതം ഇരുമ്പ് പ്ലേറ്റിൽ പുരട്ടി അതിൽ അച്ചു നിരത്തും. പ്ലേറ്റ് ചൂടാക്കിയ ശേഷം തണുപ്പിക്കുമ്പോൾ അച്ചുകൾ ഉറയ്ക്കുന്നു. അത് വീണ്ടും ചൂടാക്കിയാൽ അച്ചുകൾ അഴിച്ചെടുക്കാം. അച്ചടിയുടെ പിതാവായ സാക്ഷാൽ ഗുട്ടൻസ്ബർഗിന് പോലും പിന്നീട് വഴികാട്ടിയായ കണ്ടുപിടുത്തമായിരുന്നു ഇത്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് അച്ചടി വിദ്യ വളർന്നതും വികസിച്ചതും. AD 5-ാം നൂറ്റാണ്ടോടെ മരപ്പലകയിൽ അക്ഷരങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന രീതി ചൈനക്കാർ കണ്ടുപിടിച്ചു. 13-ാം നൂറ്റാണ്ടിൽ കൊറിയക്കാർ ലോകം കൊണ്ട് അച്ചുകളുണ്ടാക്കി അച്ചടി ആരംഭിച്ചു. അച്ചടിയുടെ പിതാവ് ഗുട്ടൻസ്ബർഗാണ്. അച്ചടിശാല എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ ആളാണ് ജോഹാൻ ഗുട്ടൻസ്ബർഗ്. ജർമ്മൻകാരനായ ഇദ്ദേഹമാണ് അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്നത്. 1398 ജർമ്മനിയിലെ മെയിൻസിൽ ഗുട്ടൻബർഗിൻ്റെ ജനനം. സ്വർണ്ണപ്പണിയായിരുന്നു തൊഴിലെങ്കിലും ചെറുപ്പത്തിലെ അദ്ദേഹം അച്ചടി വിദ്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. വൈകാതെ തടിയച്ചുകൾ നിർമ്മിക്കുകയും ചെയ്തു. മുന്തിരിച്ചാറെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രസ് ഇദ്ദേഹം പരിഷ്കരിച്ച് അച്ചടി യന്ത്രമാക്കി മാറ്റി. അച്ചുകൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിരത്തിവെച്ച് മഷി പുരട്ടി ഇതിന് മുകളിൽ കടലാസ് വെച്ചായിരുന്നു അച്ചടി. ലോകങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന ഗുട്ടൻസ്ബർഗ് ഒന്നിലധികം ലോകങ്ങൾ ഉരുക്കിയ കൂട്ടുപയോഗിച്ച് അച്ചുകൾ വാർത്തെടുത്തു. ഇതിനായി ഓരോ അക്ഷരത്തിൻ്റെയും മൂശയും ഇദ്ദേഹം ഉണ്ടാക്കി. പേജുകളായി അച്ചു നിരത്തുന്ന സംവിധാനവും അച്ചടിക്ക് ശേഷം അച്ചുകൾ അഴിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള വിദ്യയും ഇദ്ദേഹം ആവിഷ്കരിച്ചു. ഇതെല്ലാം വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഗുട്ടൻബർഗ് അച്ചടിച്ച ബൈബിളാണ് ലോകത്തിൽ ആദ്യമായി മുഴുവനായി അച്ചടിച്ച പുസ്തകം. 1455 ആ ബൈബിൾ പ്രസിദ്ധീകരിച്ചത്. അതേ വർഷം ഒരു കലണ്ടറും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഗുട്ടൻബർഗിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പലതും കേസിലും വഴക്കിലും പെട്ട ലോകം തിരിച്ചറിയാതെ പോയി. സ്വന്തം നേട്ടങ്ങൾ ലോകത്തെ അറിയിക്കാൻ യാതൊരു രേഖയും അദ്ദേഹം സൂക്ഷിച്ചില്ല. ഗുട്ടൻബർഗ് മരണമടഞ്ഞ വർഷം പോലും ഏതാണെന്ന് ആളുകൾക്ക് ഓർമ്മയില്ല. അത് 1467 1468 ആയിരിക്കാം അദ്ദേഹം മരിച്ചതെന്ന് കരുതുന്നു. ഇപ്പോഴുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് വജ്രസൂത്രം. AD 868 ചൈനയിൽ അച്ചടിച്ച ഈ പുസ്തകത്തിൽ വെറും 6 പേജുകളേ ഉള്ളൂ. ഒരു ചിത്രവും. 1900 തുർക്കിസ്ഥാനിലെ ഒരു ഗുഹയിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു കോപ്പി കണ്ടെത്തിയത്. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചു വരുന്നു. ചൈനയിൽ തുടങ്ങിയെങ്കിലും അച്ചടി വിദ്യ അതിവേഗം വളർന്നത് യൂറോപ്പിലാണ്. സാക്ഷാൽ ഗുട്ടൻബർഗ് തന്നെയായിരുന്നു അതിന് കാരണം. ഓരോ അക്ഷരത്തിനും അച്ചുണ്ടാക്കുന്ന രീതിയും പേജുകളായി അച്ചുനിരത്തുന്ന രീതിയും ഗുട്ടൻബർഗ് പ്രചാരത്തിലാക്കി. മെയിൻസിലെ അച്ചടിശാലയിൽ നിന്നും ദിവസവും 300 പേജുകൾ അച്ചടിക്കുവാനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കി.
ജർമ്മനിയിൽ നിന്ന് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, റഷ്യ, ഇംഗ്ലണ്ട് തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക് പുതിയ അച്ചടി വിദ്യ വ്യാപിച്ചു. AD 1500 യൂറോപ്പിലെ 300 പ്രമുഖ പട്ടണങ്ങളിലായി ഏകദേശം 1700 അച്ചടിശാലകളുണ്ടായിരുന്നു. മെയിൻസിന് പുറമെ ഫ്രാങ്ക്ഫർട്ട്, കോളൺ, ലിയോൺ, വെനീസ്, ബേസിൽ എന്നീ നഗരങ്ങളും അച്ചടി വ്യവസായ കേന്ദ്രങ്ങളായി മാറി. ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾ കോളനികൾ ആരംഭിച്ചതോടെ അച്ചടി ലോകമെമ്പാടും വ്യാപിച്ചു. ആദ്യകാലത്തെ ജനങ്ങൾ അച്ചടിയെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. സാത്താൻ്റെ ദുർമന്ത്രമാണിതെന്ന് അത് വായിക്കരുതെന്നും ചിലർ പ്രചരിപ്പിച്ചു. പക്ഷേ പുസ്തകങ്ങളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വന്നു. ഒപ്പം വായനക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. മതപരമായ പുസ്തകങ്ങളാണ് ആദ്യകാലത്ത് കൂടുതലും പുറത്തിറങ്ങിയത്. 1685 അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ അച്ചടിശാല തുടങ്ങിയതോടെ രാഷ്ട്രീയ പുസ്തകങ്ങളും പുറത്തിറങ്ങി. അച്ചടി വിദ്യയിലെ വിപ്ലവകാലമായിരുന്നു 19ഉം 20ഉം നൂറ്റാണ്ടുകൾ. അച്ചടിയന്ത്രങ്ങളുടെ സ്ഥാനത്ത് ഇരുമ്പ് പ്രസ്സുകൾ വന്നു. തടിയന്ത്രങ്ങളുടെ സ്ഥാനത്ത് ഇരുമ്പ് പ്രസ്സുകൾ വന്നു. ഇംഗ്ലീഷ് പ്രഭുവായ സ്റ്റാൻഹോപ്പായിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1814 ജർമ്മൻകാരനായ ഫ്രെഡറിക് കോയിൻ ആവിയന്ത്രത്തിൽ പ്രവർത്തിക്കുന്ന സിലിണ്ടർ പ്രസ് കണ്ടുപിടിച്ചു. ലണ്ടനിലെ ടൈംസ് പത്രത്തിൽ സ്ഥാപിച്ച 2 സിലിണ്ടറുള്ള അച്ചടിയന്ത്രത്തിൽ മണിക്കൂറിൽ 1100 ഷീറ്റുകൾ അച്ചടിക്കുവാൻ കഴിഞ്ഞു. 1843 അമേരിക്കക്കാരനായ റിച്ചാർഡ് മാർക്ക് ഹേവ് കറങ്ങുന്ന സിലിണ്ടർ അച്ചുകൾ പിടിപ്പിച്ച റോട്ടറി പ്രസ് കണ്ടുപിടിച്ചു. അതോടെ അച്ചടിയുടെ വേഗം മണിക്കൂറിൽ 20,000 ഷീറ്റ് വരെയായി. 1865 അമേരിക്കക്കാരനായ വില്യം ബുള്ളോക്ക് പേപ്പർ റോളുകളിൽ തുടർച്ചയായി അച്ചടിക്കുവാനുള്ള വിദ്യ കണ്ടെത്തി. അക്ഷരങ്ങൾ അപ്പോഴപ്പോൾ വാർത്തെടുക്കുന്ന ലൈനോടൈപ്പ്, മോണോടൈപ്പ് രീതികൾ 1884 ആരംഭിച്ചു. ഓഫ്സെറ്റ് അച്ചടിക്ക് 1905 തുടക്കമായി. ഇംഗ്ലണ്ടിൽ അച്ചടി തുടങ്ങിയ ആളാണ് വില്യം കാക്സ്റ്റൺ. 1476 അദ്ദേഹം ഇത് തുടങ്ങിയത്. ബഹുഭാഷാ പണ്ഡിതനായ വില്യം കാക്സ്റ്റൺ 15 വർഷം കൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പ്രധാന കൃതികളും അച്ചടിച്ചു. ഇത് അച്ചടിയുടെ തുടക്കത്തെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.